ഭാരതവും യുഎഇയുമായുള്ള ബന്ധം നാൾക്കുനാൾ ശക്തമാവുകയാണ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റെടുത്തതോടെയാണ് ഈ ബന്ധം മറ്റൊരു തലത്തിലേക്ക് വളർന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ചരിത്രപരമായ നിരവധി കരാറുകളാണ് ഇരു രാജ്യങ്ങൾ ഒപ്പുവെച്ചത്. ഈ ബന്ധം ദൃഢമാക്കിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുഎഇ സന്ദർശിച്ചത്. കാലപുസ്തകത്തിൽ സമയത്തിൻ്റെ പേന കൊണ്ട് എഴുതിയതാണ് ഭാരതവും യുഎഇയുമായുള്ള ബന്ധത്തിൻ്റെ ചരിത്രം. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 11 വർഷത്തെ ഭരണകാലത്താണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമായത്. ഒട്ടേറെ കരാറുകളിൽ ഇരു രാജ്യങ്ങൾ ഒപ്പുവെച്ചു. 10 വർഷം മുൻപ് 2015 34 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി യുഎഇ സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ യുഎഇ ബന്ധത്തിൻ്റെ പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ആ യാത്ര. അതിൽ പിന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒട്ടനവധി ഉന്നതതല ചർച്ചകൾ നടന്നു. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ മാത്രം ഇത്തരത്തിൽ 6 ഉന്നതതല യോഗങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയത്. ഇന്ത്യ യുഎഇ ഉഭയകക്ഷി ബന്ധം നാൾക്കുനാൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തെളിവാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഒട്ടേറെ ചരിത്രപരമായ കരാറുകൾക്കും ധാരണകൾക്കുമാണ് ഇരു രാജ്യങ്ങളും ഇക്കാലയളവിൽ ഒപ്പുവെച്ചത്. 2022 ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഒരു വർഷത്തിനകം ഉഭയകക്ഷി വ്യാപാരം $85 ബില്യൺ എത്തി. 2030 ഇത് $100 ബില്യൺ ആക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യ യുഎഇ ബന്ധം പുതിയ തലത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യുഎഇയിലെത്തിയത്. കഴിഞ്ഞ വർഷം വിദേശകാര്യമന്ത്രിയായി വീണ്ടും നിയുക്തനായ ശേഷം 3ാം തവണയാണ് ഡോക്ടർ എസ് ജയശങ്കർ യുഎഇ സന്ദർശിക്കുന്നത്. യുഎഇയിലെത്തിയ ഡോക്ടർ എസ് ജയശങ്കർ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. അബുദാബി ഖസർ അൽ ബഹറിലെ സീ പാലസ് ബിർസയിലായിരുന്നു കൂടിക്കാഴ്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസ കേന്ദ്രമന്ത്രി ഷെയ്ഖ് മുഹമ്മദിനെ അറിയിച്ചു. നരേന്ദ്രമോദിക്കും ഇന്ത്യയിലെ പൗരന്മാർക്കും ഷെയ്ഖ് മുഹമ്മദ് ആശംസ നേർന്നു. യുഎഇയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിൻ്റെയും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൻ്റെയും വിവിധ വശങ്ങളും ഇരു രാജ്യങ്ങൾക്കും താൽപ്പര്യമുള്ള പ്രാദേശിക രാജ്യാന്തര വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. യുഎഇ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ഭാരതത്തിന്റെ 76ാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ എസ് ജയശങ്കർ യുഎഇയിൽ നടത്തിയ പ്രസംഗത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മള ബന്ധവും അതിന്റെ വളർച്ചയും പുരോഗതിയുമാണ് എടുത്തു പറഞ്ഞത്. ഇന്ത്യ യുഎഇ ബന്ധം മുന്നോട്ട് വയ്ക്കുന്ന സാഹോദര്യത്തിന്റെയും മത സൗഹാർദ്ദത്തിന്റെയും നേർചിത്രം കൂടിയാണ് അബുദാബിയിലെ ക്ഷേത്രമെന്നും അദ്ദേഹം പറഞ്ഞു. This very decade has also seen a flowering of our ties with the UAE, and its achievements are no less impressive, guided as they are by the joint vision of Prime Minister Modi and His Highness Sheikh Mohammed bin Zayed Al Nahyan. The Comprehensive Economic Partnership Agreement has expanded trade and investment. Local currency trading agreements and fintech mechanisms have been a trendsetter. The BAPS Hindu Mandir has emerged as a beacon of pluralism, harmony, and tolerance. Our educational institutions have proliferated, the latest being the IIT Delhi campus in Abu Dhabi. And what is still in the pipeline, in a range of domains, has further transformational possibilities. But most of all, our story is that of our people. The number of Indians who call UAE their second home has grown from 2.5 million in 2015 to over 4 million now.
ഡോക്ടർ എസ് ജയശങ്കറും UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാനുമായും കൂടിക്കാഴ്ച നടത്തി. പ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ചർച്ച നടത്തിയത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്ക് ഷെയ്ഖ് അബ്ദുള്ള റിപ്പബ്ലിക് ദിന ആശംസകൾ അറിയിക്കുകയും ഇന്ത്യയിലെ ജനങ്ങൾക്ക് തുടർച്ചയായ പുരോഗതിയും സമൃദ്ധിയും ആശംസിക്കുകയും ചെയ്തു. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അബുദാബി കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി എസ് ജയശങ്കർ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നത് സംബന്ധിച്ചും സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ചും ഇരുവരും ചർച്ച ചെയ്തു. അബുദാബിയിൽ നടന്ന റെയ്സീന മിഡിൽ ഈസ്റ്റ് സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ എസ് ജയശങ്കർ മുഖ്യ പ്രഭാഷണം നടത്തി. This is a region crucial to India's strategic interests. Many of you would be familiar with the intensity of India's ties with the Gulf. Our trade is in the region of about $160 to $180 billion annually. The energy dimension is the most visible one, but there is much more to it than that. Whether it is projects, technology, education, health or services, our presence in the Gulf is both pervasive and crucial. More than 9 million Indians live and work here. But the Gulf also serves as a gateway to the MENA region and to the Mediterranean. Our annual trade with the Mediterranean, incidentally, is another $80 billion. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായും ഡോക്ടർ എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഷെയ്ഖ് ഹംദാനെ ഏപ്രിലിൽ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം കൈമാറുകയും ചെയ്തു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ മുന്നോടിയായാണ് ദുബായ് കിരീടാവകാശിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതെന്നാണ് വിലയിരുത്തൽ. നിലവിൽ UAE-യിലെ ഇന്ത്യൻ നിക്ഷേപം $85 ബില്യൺ വരും. കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി കൂടുതൽ നിക്ഷേപങ്ങൾക്ക് ഉത്തേജകമായി പ്രവർത്തിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ UAE-യിലെ സ്ഥാപന നിക്ഷേപകർക്ക് ഏറെ താല്പര്യമുണ്ടെന്ന് നേരത്തെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ വ്യക്തമാക്കിയിരുന്നു. അബുദാബിയിലെ IIT ഡൽഹി ക്യാമ്പസിന് പിന്നാലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡും UAE-യിൽ ക്യാമ്പസ് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആണവോർജ്ജം, ധ്രുവപ്രദേശങ്ങളിലെ പരിവേഷണം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ അടുത്തിടെയാണ് ഇരു രാജ്യങ്ങളും ധാരണാപത്രം ഒപ്പുവെച്ചത്. കൂടുതൽ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താനാണ് നീക്കം. നിലവിൽ രാജ്യത്ത് 40 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. പ്രതിവർഷം 45 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് UAE-യിൽ വിനോദസഞ്ചാരികളായി എത്തുന്നത്. വിദേശകാര്യമന്ത്രിയുടെ UAE സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ പങ്കാളിത്തങ്ങൾക്കും സഹകരണത്തിന് വഴിയൊരുക്കുമെന്നാണ് പ്രവാസ ലോകത്തു നിന്നുയരുന്ന അഭിപ്രായം.